സംസ്ഥാനത്ത് വീണ്ടും കോളറ മരണം. ആലപ്പുഴ തലവടി സ്വദേശി PG രഘു ആണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, സംസ്ഥാനത്ത് 2 മാസത്തിനിടെ കോളറ സ്ഥിരീകരിച്ച് രണ്ടാമത്തെ മരണം റിപ്പോർട്ട് ചെയ്യുകയാണ്. അത് ആലപ്പുഴ ജില്ലയിലെ തലവടിയിൽ നിന്നാണ്. തിരുവല്ല സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന തലവടി സ്വദേശി രഘു 48 വയസ്സ് മരണമടയുന്നു. കൂടുതൽ വിവരങ്ങൾ സുധീഷ് ഗോപാൽ. വിനോദ്, ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടിന്റെ ഭാഗമായുള്ള തലവടി ഭാഗത്താണ് ഇത്തരത്തിലൊരു കോളറ മരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏറെ ദിവസമായി ചികിത്സയിലായിരുന്നു. 48 വയസ്സുള്ള തലവടി നീരേറ്റുപുറം സ്വദേശി രഘുവാണ് കോളറ ബാധിച്ച് മരിച്ചത്. ഇദ്ദേഹത്തിന് കിഡ്നി സംബന്ധമായ അസുഖം ഉണ്ടായിരുന്നതായാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തുതന്നെയായാലും വലിയ ഭീഷണിയാണ്. പ്രത്യേകിച്ചും കുട്ടനാട് പോലത്തെ ഒരു ഭൂപ്രകൃതി, അവിടുത്തെ തോടുകളും അത്തരം ജലാശയങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. അവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ വലിയ വീഴ്ചകൾ ഉണ്ട് എന്നത് മുൻപ് തന്നെ ആരോപണം ഉയർന്നിട്ടുള്ളതുമാണ്. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ കോളറ കൂടി സ്ഥിരീകരിക്കുമ്പോൾ അത് എത്രത്തോളം പകർച്ചവ്യാധിയായി അത് കൂടുതൽ പേരിലേക്ക് എത്താനുള്ള ഒരു സാധ്യത, അതോടൊപ്പം തന്നെ ഇപ്പോൾ തന്നെ നിരവധി പേർ സ്വകാര്യ ആശുപത്രികളിലും മറ്റും കോളറയുടെ ലക്ഷണങ്ങളുമായി ചികിത്സയിലുണ്ടെന്ന ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. അത്തരം വാർത്തകളും പുറത്തു വരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വലിയ ഭീതി ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നതാണ് ഈ ഒരു കോളറ മരണം. അത് മറ്റ് പ്രദേശങ്ങളെക്കാൾ വളരെ ഗൗരവതരമായി കണ്ട് അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കേണ്ട ഒരു ഘട്ടമാണ്. കഴിഞ്ഞ ദിവസം തലവടി പഞ്ചായത്തിലും മറ്റും ഇതിന്റെ അവലോകന യോഗങ്ങളും മറ്റും ചേരുകയും മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ ഊർജിതമാക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. എന്നാൽ പോലും ഈ പ്രദേശങ്ങളിലെ കുടിവെള്ള വിതരണത്തിലായാലും അതോടൊപ്പം തന്നെ മറ്റ് ജലസ്രോതസ്സുകളെ ശുദ്ധീകരിക്കുന്നതിലുമെല്ലാം തന്നെ വളരെ ഊർജിതമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഇത് ഭയാനകമായ ഒരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് ആരോഗ്യവകുപ്പും അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുമെല്ലാം ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു ആവശ്യകത തന്നെയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഈ രഘുവിന്റെ മരണത്തെ വളരെ ഗൗരവതരമായ ഒരു ചൂണ്ടുപലകയായി തന്നെ കണ്ട് ഇത്തരം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്ന് ആവശ്യം ഉയരുകയാണ്. ഇന്ന് പുലർച്ചെ 1:30 രഘുവിന്റെ മരണം സ്ഥിരീകരിച്ച് അതിനുശേഷം സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിക്കും. വൈകിട്ട് 3:30 സംസ്കാര ചടങ്ങുകൾ നടക്കുക. വിനോദ്, കുട്ടനാട്ടിലെ തലവടിയിലാണ് കോളറ രോഗം ബാധിച്ച് ഒരാൾ മരണമടയുന്ന സാഹചര്യം. സുധീഷ്, അതേപോലെ തന്നെ ഒരു കാര്യം, കുട്ടനാട് മേഖലയിൽ നേരത്തെ സുധീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടുത്തെ ജലസ്രോതസ്സുകളൊക്കെ മലിനമാണ്. തോട്ടിലെ വെള്ളമാണ് പലരും ആശ്രയിക്കുന്നത് കുളിക്കാനും അതേപോലെ തന്നെ പ്രാഥമിക ആവശ്യത്തിനും തുടങ്ങി ചിലർ കുടിക്കാൻ വരെ ഈ തോട്ടിലെ വെള്ളം ശുദ്ധീകരിച്ചാണ് കുടിക്കുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള മലിനമായ ജല സാന്നിധ്യം രോഗാവസ്ഥ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. ഇത് പരിഹരിക്കാൻ ശാശ്വതമായ ഒരു നടപടിയും അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇന്നേ വരെ ശുദ്ധജലം ലഭിക്കാനുള്ള ഒരു നടപടികളിലേക്കും അധികൃതർ കടക്കുന്നില്ല. ആരോഗ്യവകുപ്പ് ഇങ്ങനെ മീറ്റിങ്ങുകളും അവലോകന യോഗങ്ങളും കൂടുന്നതല്ലാതെ ഈ ശുദ്ധമായ വെള്ളം കുട്ടനാട്ടിലെത്തിക്കാൻ ഇപ്പോഴും ശാശ്വതമായ പരിഹാരമായിട്ടില്ലല്ലോ സുധീഷ്. കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശങ്ക ഉയർത്തുന്നതാണ് ശുദ്ധജല വിതരണത്തിലെ പാളിച്ചകൾ. അത് വലിയ രീതിയിൽ രോഗവ്യാപനങ്ങൾക്ക് കാരണം ആകുന്നുമുണ്ട്. നേരത്തെ തന്നെ ചില പഠന റിപ്പോർട്ടുകൾ വന്നിരുന്നു. കുട്ടനാട്ടിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടുന്നതിന് ശുദ്ധജല വിതരണത്തിലെ പാളിച്ച വലിയ ഒരു ഘടകമാണ് എന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ പൈപ്പ് ലൈനുകളെല്ലാം തന്നെ പോകുന്നത് പലപ്പോഴും ജലസ്രോതസ്സുകളിലൂടെ തോടുകളിലൂടെയും മറ്റുമാണ്. ഇവിടെ പൈപ്പുകൾ പൊട്ടിയാൽ അതിന്റെ അറ്റകുറ്റപ്പണി കൃത്യമായി നടത്താൻ ജലസേന വകുപ്പ് ജലവിഭവ വകുപ്പ് തയ്യാറാകാറില്ല. അങ്ങനെ വരുമ്പോൾ ഈ പൊട്ടിയ പൈപ്പ് ലൈനുകളിലൂടെ ഈ ശുദ്ധജല വിതരണ പൈപ്പിലേക്ക് ഇത്തരത്തിൽ മാലിന്യം കലർന്ന വെള്ളം കയറുകയും അത് രോഗവ്യാപനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. നമുക്കറിയാം, കുട്ടനാടൻ മേഖലയിലെല്ലാം തന്നെ പ്രാഥമിക കാര്യങ്ങൾ പോലും നടത്തുന്നത് അതിന്റെ അംശങ്ങൾ ഈ ജലാശയങ്ങളിൽ ലയിക്കുന്നത് ഒരു സാധാരണ സംഭവമാണ്. അത്തരമൊരു ഘട്ടത്തിൽ കോളറ പോലുള്ള രോഗങ്ങൾ വ്യാപിക്കാൻ പെട്ടെന്ന് പടർന്നു പിടിക്കാനുള്ള ഒരു സാധ്യതയും വർദ്ധിക്കുന്നു. നമുക്ക് നേരത്തെ തന്നെ എറണാകുളം ജില്ലയിലെ വേങ്ങൂര് പഞ്ചായത്തിലെ നമുക്കറിയാം വാട്ടർ അതോറിറ്റി വിതരണം ചെയ്ത കുടിവെള്ളത്തിലൂടെയാണ് അവിടെ മഞ്ഞപ്പിത്ത രോഗബാധ ഉണ്ടായത്. നിരവധി പേർ മരിച്ചു. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. അത്തരം സമീപനങ്ങൾ കൊണ്ട് തന്നെയാണ് കുട്ടനാട്ടിലെയും ഈ കുടിവെള്ള വിതരണത്തിലെ പാളിച്ചകൾ പരിഹരിക്കുന്നതിനുള്ള കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല. നിരവധി ഇടങ്ങളിലാണ് പൊട്ടിയ പൈപ്പ് ലൈനുകൾ പോകുന്നത്. അത്തരം പൊട്ടിയത് അറ്റകുറ്റപ്പണി നടത്താത്തത് കൊണ്ട് തന്നെ ഇപ്പം ഈ പാടശേഖരങ്ങളിൽ നിന്നെല്ലാം തന്നെ പുറന്തള്ളി
പുറന്തള്ളുന്ന വെള്ളം ഈ തോടുകളിലേക്കും മറ്റുമാണ് എത്തുന്നത്. വലിയ രാസ മാലിന്യങ്ങൾ അടങ്ങിയതാണ് ഇത്തരം വെള്ളം പാടശേഖരങ്ങളിൽ നിന്ന് വരുന്നത്. അവിടെ അടിക്കുന്ന കീടനാശിനികളുടെ എല്ലാ അംശം കൂടി ചേരുന്നതാണ്. അതിനു പുറമെയാണ് മറ്റേ മനുഷ്യ വിസർജ്യങ്ങൾ അടക്കമുള്ള മാലിന്യങ്ങൾ കൂടി ചേർന്ന ജലാശയങ്ങളിലെ വെള്ളത്തിലേക്ക് പൈപ്പ് ലൈനിലെ വെള്ളവും കൂട്ടിക്കലരുന്നത്. ഇത് വലിയ രീതിയിൽ ഭീതി പടർത്തുന്നതും ആശങ്ക ഉയർത്തുന്നതുമാണ് വിനോദ്. തീർച്ചയായും കുട്ടനാട്ടിലെ ശുദ്ധജല വിതരണം ലഭിക്കാത്ത സാഹചര്യം കൂടി രോഗാവസ്ഥയെ വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്തായാലും തലവടിയിലാണ് കോളറ രോഗബാധ മൂലം ഒരു ഗൃഹനാഥൻ മരിക്കുന്നത്. 48 വയസ്സുള്ള രഘുവാണ് തിരുവല്ല സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിക്കുന്നത്. കുട്ടനാട്ടിൽ ഇങ്ങനെ നിരവധി ആളുകൾ വിവിധ ആശുപത്രികളിൽ രോഗാവസ്ഥ മൂലം ചികിത്സയിലുണ്ട്. പക്ഷേ ഇവരുടെ മരണമൊന്നും അധികൃതർ വേണ്ട നിലയിൽ അത് പരിഗണിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം കണക്കിലെടുത്തുള്ള ഒരു തുടർ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് സുധീഷ് പങ്കുവെക്കുന്നത്.